ഒന്നാലോചിച്ചു നോക്കൂ, ഒരു പുതിയ രാജ്യം ജനിക്കുന്നു, ലോകമെന്ന വലിയ വേദിയിൽ സ്വന്തമായൊരു സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 75 വർഷത്തെ ഇന്ത്യയുടെ കഥയാണിത്. ഇത് വെറുമൊരു ചരിത്രമല്ല, ഒരു രാഷ്ട്രം എങ്ങനെ അതിന്റെ ശബ്ദം കണ്ടെത്തി എന്നതിന്റെ ഒരു ആവേശകരമായ വിവരണമാണ്. അപ്പോ നമുക്കീയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു പുതിയ രാജ്യം അതെങ്ങനെയാണ് ലോകത്തോട് സംസാരിക്കാൻ പഠിക്കുന്നത്? ശരിക്കും ഇന്ത്യയുടെ വിദേശനയത്തിന്റെ ഓരോ ചുവടുവെപ്പും മനസ്സിലാക്കാൻ ഈയൊരു ചോദ്യം മാത്രം മതി. ഈയൊരു വലിയ യാത്രയെ നമുക്കൊരു 3 ഭാഗങ്ങളുള്ള സിനിമ പോലെ കാണാം. ഒന്നാം ഭാഗം 1947 സ്വാതന്ത്ര്യത്തോടെയുള്ള തുടക്കം. രണ്ടാം ഭാഗം 1991 ശീതയുദ്ധമൊക്കെ കഴിഞ്ഞ് ലോകം മൊത്തത്തിൽ മാറിയപ്പോൾ. പിന്നെ ക്ലൈമാക്സ്, ഇന്ന് കാണുന്ന ഒരു പ്രധാന ഗ്ലോബൽ പ്ലെയറായി ഇന്ത്യ മാറുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ആദർശങ്ങളിൽ ഉറച്ചൊരു തുടക്കം. ഒന്നോർത്തു നോക്കൂ, നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ ഭരണത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. അപ്പോൾ തീർച്ചയായും സ്വന്തമായൊരു വഴി വെട്ടി തുറക്കേണ്ടിയിരുന്നു, അല്ലേ? മറ്റാരുടെയും നിഴലിലൊതുങ്ങാതെ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നെന്നറിയോ? ചേരിചേരായ്മ. അതായത് അന്ന് ശീതയുദ്ധത്തിൻ്റെ സമയമാണ്. ലോകം ഒന്നുകിൽ അമേരിക്കയുടെ കൂടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കൂടെ, അങ്ങനെ 2 ചേരിയായി തിരിഞ്ഞു നിൽക്കാണ്. അപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത്, ഒരു മിനിറ്റ്, ഞങ്ങൾ നിങ്ങളുടെ ആരുടെയും പക്ഷത്തില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു വഴിയുണ്ട്. പക്ഷേ ഈ ആദർശങ്ങളൊക്കെ അധികകാലം അങ്ങനെ സമാധാനപരമായി മുന്നോട്ടു പോയില്ല. യാഥാർത്ഥ്യം വളരെ പെട്ടെന്ന് തന്നെ വാതിലിൽ മുട്ടി. സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം 1947 തന്നെ കശ്മീരിൽ പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നെ 1962 ചൈനയുമായുള്ള അതിർത്തി തർക്കം ഒരു വലിയ യുദ്ധത്തിൽ തന്നെ കലാശിച്ചു. ഈ യുദ്ധങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു റിയാലിറ്റി ചെക്കായിരുന്നു. അങ്ങനെ നമ്മുടെ കഥ 2ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പ്രായോഗികതയിലേക്കുള്ളൊരു മാറ്റം. അതായത് പുസ്തകത്തിലെ തിയറികൾ മാത്രം പോരാ, യഥാർത്ഥ ലോകത്തെ നേരിടണം എന്ന് ഇന്ത്യ തിരിച്ചറിയുന്നൊരു കാലഘട്ടം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സംഘർഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. 1965 പാകിസ്ഥാനുമായി വീണ്ടും യുദ്ധം. അത് കഴിഞ്ഞ് അധികം വൈകാതെ 1971 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യ നടത്തിയ ആ നിർണായകമായ ഇടപെടൽ, അത് ദക്ഷിണേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരച്ചൊരു സംഭവമായിരുന്നു. അതിന്റെ ഫലം എന്തായിരുന്നു? വളരെ വ്യക്തം. 1971 ആ വിജയത്തോടെ ഇന്ത്യ ഈ മേഖലയിലെ, അതായത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. പിന്നെ അതൊരു ചോദ്യം ചെയ്യാനാവാത്ത യാഥാർത്ഥ്യമായി മാറി. കഥ ഇവിടെ തീരുന്നില്ല. 1974 ഇന്ത്യ ലോകത്തിനു മറ്റൊരു വലിയ സന്ദേശം നൽകി. പൊക്രാൻ ഐ എന്ന പേരിൽ ഇന്ത്യ അതിന്റെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി. ഓർക്കണം, ഇത് വെറുമൊരു ശാസ്ത്ര പരീക്ഷണം അല്ലായിരുന്നു. ഇന്ത്യയുടെ തന്ത്രപരമായ വളർച്ചയുടെ വളരെ ധീരമായ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. അങ്ങനെയിരിക്കെ 1991 ലോകം കീഴ്മേൽ മറിഞ്ഞു. സോവിയറ്റ് യൂണിയൻ തകർന്നു, ശീതയുദ്ധം അവസാനിച്ചു. അതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതായി. പിന്നെന്തു ചെയ്യും? നയങ്ങൾ പൊളിച്ചെഴുതേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സാമ്പത്തികമായി ലോകത്തിനു മുന്നിൽ വാതിലുകൾ തുറന്നുകൊടുത്തത്. നമ്മൾ ലിബറലൈസേഷൻ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇതോടെ നമ്മൾ നമ്മുടെ കഥയുടെ 3ാം അധ്യായത്തിലേക്ക്, ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇന്ത്യ വെറുമൊരു പ്രാദേശിക ശക്തിയല്ല, ഒരു ആണവശക്തിയായി സ്വയം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് ലോകത്തോടുള്ള വളരെ ധീരമായൊരു സ്റ്റേറ്റ്മെന്റായിരുന്നു. വർഷം 1998 മെയ് മാസം. പൊക്രാൻ 2. ഇന്ത്യ ഒന്നിനു പിരികെ ഒന്നായി 5 ആണവ പരീക്ഷണങ്ങൾ നടത്തി. ഇത്തവണ യാതൊരു ഒളിച്ചുകളിയുമില്ല. ഇന്ത്യ ലോകത്തോട് ഉറക്കെ പറഞ്ഞു, അതെ, ഞങ്ങൾ ഒരു ആണവശക്തിയാണ്. ഇതൊരു ടെക്നിക്കൽ കാര്യം എന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു. ഈ പ്രഖ്യാപനത്തിന്റെ ഷോക്ക് മാറും മുൻപേ, തൊട്ടടുത്ത വർഷം 1999 ലോകം ശരിക്കും ശ്വാസമടക്കി പിടിച്ചു നിന്ന ഒരു നിമിഷം വന്നു. പുതുതായി ആണവശക്തികളായ 2 രാജ്യങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും, കാർഗിലിൽ ഒരു യുദ്ധത്തിന്റെ വക്കോളമെത്തി. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു അപകടകരമായ സാഹചര്യമായിരുന്നു അതെന്ന്. അപ്പോ പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1. നിയന്ത്രണരേഖ മാറ്റിയെഴുതുക. 2. കാശ്മീർ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ വലുതാക്കുക. പക്ഷെ ഫലം എന്തായി? നേരെ തിരിച്ചടിച്ചു. ഇന്ത്യൻ സൈന്യം ധീരമായി പോരാടി പോസ്റ്റുകൾ തിരിച്ചുപിടിച്ചു. ലോകരാജ്യങ്ങളാകട്ടെ ഇന്ത്യയ്ക്ക് പിന്നിൽ അണിനിരന്നു. ഫലമോ? പാകിസ്ഥാൻ നയതന്ത്രപരമായി ഒറ്റപ്പെട്ടു. കാർഗിൽ യുദ്ധം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ പാഠം ഇതായിരുന്നു. 2 ആണവശക്തികൾ തമ്മിൽ ഒരു ചെറിയ യുദ്ധം പോലും ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര ഭീകരമായിരിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയായിരുന്നു. ഓക്കെ, കാർഗിൽ കഴിഞ്ഞു. നമ്മൾ 21ാം നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇന്ത്യയുടെ വിദേശനയം പുതിയൊരു ദിശയിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാം.
അടുത്ത ഘട്ടമെന്ന് പറയുന്നത് പുതിയ സൗഹൃദങ്ങളും പങ്കാളിത്തങ്ങളും ഉണ്ടാക്കുക എന്നതാണ്. 2001 9/11 ആക്രമണം ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചല്ലോ. ആ ഒരു പശ്ചാത്തലത്തിലാണ് 2005 ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ചരിത്രപരമായ കരാറിലൊപ്പുവെക്കുന്നത്, സിവിൽ ന്യൂക്ലിയർ ഡീൽ. ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. കാരണം പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ആണവ ഒറ്റപ്പെടലിന് അതോടെ ഒരു അവസാനമായി. അങ്ങനെ നമ്മൾ വർത്തമാനകാലത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരു ഇന്ത്യയെയാണ്. ഒരേ സമയം പല രാജ്യങ്ങളുമായി, പല ഗ്രൂപ്പുകളുമായി തന്ത്രപരമായ ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ഇന്ത്യ. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്വാഡ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ 4 ജനാധിപത്യ രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു തന്ത്രപരമായ കൂട്ടായ്മ. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇന്തോ പസഫിക് മേഖലയിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക, സമാധാനം ഉറപ്പാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജിക്ക് 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആക്ട് ഈസ്റ്റ് പോളിസി, അതായത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. 2, ക്വാഡ് പോലുള്ള കൂട്ടായ്മകളിലൂടെ തന്ത്രപരമായ സുരക്ഷ ഉറപ്പാക്കുക. എക്കണോമിക്സും സെക്യൂരിറ്റിയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്? 1, ചൈനയുമായുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങൾ, അത് വളരെ സങ്കീർണമാണ്. പിന്നെ സാമ്പത്തിക നയതന്ത്രം കൂടുതൽ മെച്ചപ്പെടുത്തണം. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള പ്രശ്നങ്ങളിൽ ഒരു ലീഡർഷിപ്പ് റോൾ എടുക്കണം. തീർച്ചയായും പ്രാദേശിക ഭീകരവാദത്തെ നേരിടുക എന്നതും ഒരു പ്രധാന അജണ്ടയാണ്. അപ്പോൾ 75 വർഷത്തെ ഈ വലിയ യാത്രയ്ക്ക് ശേഷം നമ്മളൊരു നിർണായകമായ ചോദ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഇന്ത്യയുടെ കഥയിലെ അടുത്ത അധ്യായം എന്തായിരിക്കും? ഒരു ആഗോള ശക്തി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ ഭാവി എങ്ങനെയായിരിക്കും? അത് തീരുമാനിക്കാൻ പോകുന്നത് ഇനി വരുന്ന ഓരോ ചുവടുവെപ്പുകളുമാണ്.